ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തിയാസ്. നമ്മുടെ രക്ഷകനായ യേശുവിനെ ആദ്യമായി അനുഗമിച്ചതിൽ യേശുവിൻ്റെ 72ാമത്തെ അനുയായിയായിരുന്നു വിശുദ്ധ മത്തിയാസ്. ഉത്ഥാനം മുതൽ യേശുവിൻ്റെ എല്ലാ ദിവ്യപ്രവർത്തനങ്ങൾക്കും വിശുദ്ധ മത്തിയാസ് ദൃക്സാക്ഷിയായിരുന്നു. വഞ്ചകനായ യൂദാസിന് പകരക്കാരനായി ഒരാൾ വരുമെന്ന് ദാവീദ് പ്രവചിച്ചത് വിശുദ്ധ മത്തിയാസിനെ കുറിച്ചായിരുന്നു. യേശുവിൻ്റെ ഉത്ഥാനം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വരെയുള്ള കാലയളവിൽ യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ സംഖ്യ 12 ആകുക എന്നത് നിശ്ചയിക്കപ്പെട്ടിരുന്നു. അതിന് നറുക്ക് വീണത് വിശുദ്ധ മത്തിയാസിനായിരുന്നു. വിശുദ്ധൻ അപ്പോസ്തല സഹോദരങ്ങൾക്കൊപ്പം ജെറുസലേമിലെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നതിൽ പങ്കാളിയായി. യേശുവിൻ്റെ പ്രതിനിധികൾക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കായി പോകേണ്ട സമയം വന്നപ്പോൾ വിശുദ്ധൻ കാപ്പാഡോസിലേക്കും കാസ്പിയൻ സമുദ്രത്തിൻ്റെ പ്രവിശ്യയിലേക്കും പോയി. ശില്പികൾ, മദ്യാസക്തിയുള്ളവർ, വസുര രോഗബാധിതർ എന്നിവരുടെ എല്ലാം മധ്യസ്ഥനാണ് വിശുദ്ധ മത്തിയാസ്. എത്യോപ്യയിലെ നരഭോജികൾക്കിടയിൽ സുവിശേഷ പ്രവർത്തനം നടത്തി അന്ത്യം വരിച്ചു എന്നാണ് ഒരു വിശ്വാസം. എന്നാൽ പാലസ്തീനയിലെ യഹൂദർ കല്ലെറിഞ്ഞും ശിരച്ഛേദം നടത്തിയും അദ്ദേഹത്തെ കൊന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. നമുക്കും വിശുദ്ധ മത്തിയാസിനെ പോലെ യേശുവിന് വേണ്ടി പീഡകൾ സഹിക്കാൻ തയ്യാറാകാം. ആമേൻ.